ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ അർജന്റീന ടീമിനെ ഒപ്പം അർജന്റീനയുടെ നായകനായ ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കും. പ്രത്യേകിച്ച് കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിലെത്തിക്കും. പറയുന്നത് ഒരു ചാനലിൻ്റെ മുതലാളിയാണ്. ഞങ്ങൾ അവരുമായിട്ട് എല്ലാ സംസാരങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നമ്മുടെ കായിക മന്ത്രിയെ തന്നെ ഉപയോഗപ്പെടുത്തി മന്ത്രിയെ കൊണ്ട് തന്നെ പ്രസ് മീറ്റ് നടത്തിക്കുന്നു. ഒടുവിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്താം. വേണമെങ്കിൽ ഒരു മാസം കൊണ്ട് ഞങ്ങൾ രാജ്യാന്തര നിലവാരത്തിൽ ഈ സ്റ്റേഡിയം പൊളിച്ചിട്ട് പുതിയ സ്റ്റേഡിയം നിർമ്മിക്കാം എന്ന് വരെ പറഞ്ഞു ഒരു ചാനലിൻ്റെ മുതലാളി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ സ്റ്റേഡിയത്തിൻ്റെ ഭാഗം മുഴുവൻ വൃത്തിയാക്കാൻ തുടങ്ങി. റോഡ് വെട്ടിപ്പൊളിക്കുന്നു, അതിൻ്റെ സമീപങ്ങൾ മുഴുവൻ അറ്റകുറ്റപ്പണി നടത്തുന്നു. ഇപ്പോൾ പാതി വഴിയിലാണ്. ആളുകൾക്ക് അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. ശരിക്കും ചാനൽ മുതലാളിമാരുടെ ക്രൂരകൃത്യങ്ങളാണ് ഇതൊക്കെ. അതെ അതെ, ക്രൂരകൃത്യത്തിന് യാതൊരു അതിരുമില്ലാത്ത ക്രൂരകൃത്യമാണ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ ചാനൽ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്നൊരു കമ്പനി, അതിൻ്റെ മുതലാളി എങ്ങനെയൊക്കെയാണ് ഈ രാജ്യത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണം. ആ ചാനൽ വന്ന വഴിയിൽ അത്രയും ദുരൂഹതകളും അങ്ങേയറ്റത്തെ അഴിമതിയുടെ കറയും വലിയ തോതിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവരുടെ വ്യക്തിപരമായ ഒരു കാര്യം. അതിൻ്റെ കുറ്റാന്വേഷണത്തിൻ്റെ ഉത്തരവാദപ്പെട്ടവർ അന്വേഷിക്കട്ടെ. പക്ഷേ കേരളത്തോട് ഇദ്ദേഹം കാണിച്ച ഏറ്റവും ഒടുവിലത്തെ ക്രൂരത എന്താണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, മെസ്സി വന്ന് കേരളത്തിൽ വരും. മെസ്സി കേരളത്തിൽ വരും നവംബർ 17-ന്. ഈ കഴിഞ്ഞ നവംബർ 17-ന്, നവംബർ കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ നവംബർ 17-ന് കൊച്ചിയിൽ കളിക്കും. കൊച്ചിയിലെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ അർജന്റീനയും ഓസ്ട്രേലിയയും തമ്മിൽ സൗഹൃദ മത്സരം നടക്കും. ആ മത്സരത്തിൽ അർജന്റീനിയൻ ടീമിനെ മെസ്സി നയിക്കും. ഇതായിരുന്നു വാഗ്ദാനം. ആ വാഗ്ദാനം ആരാണ് ഏറ്റെടുത്തത്? ആരോട് ചോദിച്ചിട്ടാണ്? കേരളത്തിന്റെ ഗവൺമെന്റ് പറഞ്ഞു, കേരളത്തിലെ സ്പോർട്സ് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞതൊക്കെ ഇദ്ദേഹത്തെ വിശ്വസിച്ചിട്ടാ. അവസാനം ഇതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല. അർജന്റീനിയൻ പത്രങ്ങൾ തന്നെ പറഞ്ഞു അർജന്റീനിയൻ ടീമിന് ഇക്കൊല്ലം എന്ന് വെച്ചാൽ 2025 ഒരു ഇന്ത്യൻ പ്രോഗ്രാം ഇല്ല എന്ന് പോലും പറഞ്ഞിട്ടും ഗവൺമെന്റ് പറഞ്ഞു വരും. അപ്പൊ എന്തുറപ്പിലാണ് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഗവൺമെന്റിനോട് ചോദിച്ചപ്പോൾ മന്ത്രി അബ്ദുറഹിമാൻ എന്താ പറഞ്ഞത്? അത് സ്പോൺസറുമായിട്ടാണ് ഇടപാട്, ഞങ്ങളും സ്പോൺസറും തമ്മിൽ ഉള്ള ഇടപാട്, സ്പോൺസറും അവരും തമ്മിലാണ് ഇടപാട് എന്ന് പറഞ്ഞാൽ അർജന്റീനയുമായിട്ടോ അർജന്റീനിയൻ ഫുട്ബോൾ ക്ലബ്ബുമായിട്ടോ ലയണൽ മെസ്സിയുമായിട്ടോ ഒന്നും ഒരു ബന്ധവും ഗവൺമെന്റിന് നേരിട്ടില്ല. സംസ്ഥാന സർക്കാരിനില്ല. സംസ്ഥാന സർക്കാരിന് വേണ്ടി അത് ഏറ്റെടുത്തത് സ്പോൺസറായ ഈ റിപ്പോർട്ടർ മുതലാളിയാണ്. റിപ്പോർട്ടർ മുതലാളി പറഞ്ഞു ഞങ്ങൾ ബന്ധപ്പെട്ടു, എല്ലാം ഓക്കെയാണ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് മാറ്റി പറഞ്ഞു. ഇപ്പോൾ അവസാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നവംബറിൽ വരില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ കൊല്ലം 2000. അപ്പോൾ പറഞ്ഞത് ശരിയാണ്. വാർത്താമാധ്യമം നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അർജന്റീനിയൻ പത്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മളും പറഞ്ഞിട്ടുണ്ട് 2025 ഇല്ല. ഇപ്പൊ അദ്ദേഹം പറയുന്നത് ശരിയാണ്, 2025 ഇല്ല. 2026 മാർച്ചിൽ വരുമെന്ന് പറയുന്നുണ്ട്. അത് ഞങ്ങൾ സംസാരിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അപ്പൊ നവംബർ 17-ന് കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ ഈ കളി നടക്കും എന്ന് കണക്കാക്കിയിട്ടാണ് അതിന്റെ 1.5 മാസം മുമ്പേ ഇദ്ദേഹം സ്റ്റേഡിയം തന്നെ ഏറ്റെടുക്കുന്നത്. എന്നാൽ പിന്നെ കളി ഏറ്റെടുത്താൽ പോരെ? അത് സ്പോൺസർ ചെയ്യിച്ചാൽ പോരെ? അത് സ്പോൺസർ ചെയ്തിട്ട് അതിന്റെ പരസ്യവും അതിന്റെ വരുമാനത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയാൽ പോരെ? അത് പോരാ അദ്ദേഹത്തിന്. അദ്ദേഹം ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ 1.5 മാസം മുമ്പ്, കഴിഞ്ഞ സെപ്റ്റംബർ 26-ന് ഈ കലൂർ സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥത GCDAക്കാണ്, ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്കാണ്. അറിയാലോ നമ്മുടെ. അപ്പോ CPM അപ്പോ എന്താണ്, പിള്ള സാറാണ് ഇപ്പൊ അതിന്റെ, ചന്ദ്രൻപിള്ളയാണ് അതിന്റെ ചെയർമാൻ. അദ്ദേഹമായിട്ട് സംസാരിച്ചു, വാക്കാൽ ഒരു കരാറുണ്ടാക്കുകയാണ്. ഒരു രേഖയില്ല. എന്താ രേഖ? കലൂർ സ്റ്റേഡിയം ഈ അന്താരാഷ്ട്ര മെസ്സി വരുന്ന അന്താരാഷ്ട്ര ഫുട്ബോൾ കളിക്ക് വേണ്ടി, മത്സരത്തിന് വേണ്ടി കലൂർ സ്റ്റേഡിയം പരിഷ്കരിച്ച് സജ്ജമാക്കാൻ ഇദ്ദേഹം കരാറെടുത്തു. 70 കോടി രൂപ ഞാൻ ചെലവഴിച്ചു കൊള്ളാം. 70 കോടി രൂപ ചെലവഴിക്കണമെങ്കിൽ അത് എത്ര കോടി ലാഭം പ്രതീക്ഷിച്ചിട്ടാണെന്നൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കച്ചവടം. പക്ഷെ കൊടുത്തത് എങ്ങനെ? കൊടുത്തതിന് രേഖയില്ല, ലേലമില്ല, മീൻസ് കരാറില്ല, ഒന്നുമില്ല. അദ്ദേഹം ഏറ്റെടുത്തു. അതിന് അദ്ദേഹം ഇപ്പൊ GCDA പറയുന്നത് ഞങ്ങൾക്ക് രേഖയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, വാക്കാൽ കൊടുത്ത കരാർ. ആർക്കാ വാക്കാൽ കൊടുത്ത കരാറ്? ഇങ്ങനെ ഷെയ്ഡി ആയിട്ടുള്ള ദുഷ്പേര് ധാരാളം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കഥാപാത്രത്തിന്, ഒരു കള്ളപ്പണക്കാരന്, ധാരാളം കേസുകൾ കേരള ഗവൺമെന്റ് തന്നെ എടുത്തിട്ടുള്ള ഒരു കള്ളപ്പണക്കാരന് അങ്ങനെ ഒരാൾക്ക് കൊടുക്കാമോ? അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഒരു പുതിയ അവതാരം വന്നു, കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ എന്നൊരു സന്നദ്ധ സംഘടന രംഗത്ത് വന്നു. ഞങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് അവരാണ് ഏറ്റത്. അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ റിപ്പോർട്ടർ മുതലാളിയെ. അപ്പൊ ഈ 3 കൂട്ടരും ചേർന്ന് GCDA അധികാരികളും ഈ സ്പോൺസറായ റിപ്പോർട്ടർ മുതലാളിയും പ്ലസ് കേരള സ്പോർട്സ് ഫൗണ്ടേഷനും കൂടി ചേർന്നിട്ട് ഒരു വാക്കാലുള്ള എഗ്രിമെന്റ് ഉണ്ടാക്കുകയാണ്. എന്ന് കഴിഞ്ഞ സെപ്റ്റംബർ 26-ന്
എന്താണ് ഇപ്പൊ കരാറ്? ഈ സ്റ്റേഡിയത്തെ നൂതനമായ രീതിയിൽ പരിഷ്കരിച്ചിട്ട് നവംബർ 17 കളിക്ക് മുമ്പ് എല്ലാ പണിയും തീർക്കുക. നവംബർ 17 15 ഒക്കെ അപ്പോഴേക്ക് ഉള്ളൊരു ഗുണം എന്താ? ആകെ പൊളിച്ചിട്ട് കുളമാക്കി വെച്ചു സ്റ്റേഡിയം. ഒന്നിനും ഒരു മനുഷ്യനും കൊള്ളാത്ത പരുവത്തിലാക്കി. ഒരു പണിക്കും അവിടെ മനുഷ്യർക്ക് ഇരിക്കാൻ പോലും അങ്ങോട്ട് കയറി ചെല്ലാൻ പോലും പറ്റാത്ത പരുവത്തിൽ കലൂർ സ്റ്റേഡിയം കുളമാക്കി എന്നതാണ് ആദ്യം ചെയ്ത സേവനം. അപ്പോഴേക്ക് എന്തായി? അനിശ്ചിതാവസ്ഥയായി. കളി തന്നെ നടക്കില്ല. കളി ഉറപ്പുവരുത്തിയിട്ട് പോരെ ബാക്കി പണിയൊക്കെ. അപ്പൊ കളി അദ്ദേഹം ഉറപ്പുവരുത്തിയിരുന്നില്ല. അപ്പോഴേക്ക് നവംബർ 17 കളിയില്ല എന്ന് മനസ്സിലായി. ഇനി എന്ന്? അടുത്ത മാർച്ചിലാണ്. ഇപ്പൊ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കളി എന്താ? അദ്ദേഹത്തിന്റെ നിർദ്ദേശം എന്താണെന്നറിയോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യം ഉറപ്പിക്കുക. അപ്പൊ അദ്ദേഹം ആദ്യം പറഞ്ഞത് നവംബർ 17 ഏതായാലും കളി ഇല്ലല്ലോ, ഇനി സമയമുണ്ടല്ലോ, അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോ കളി നടന്നാലും ഇല്ലെങ്കിലും നവംബർ 30 മുമ്പ് ഏറ്റ പണി പൂർത്തിയാക്കി ഞങ്ങൾ ഏൽപ്പിച്ചുകൊള്ളാം. അങ്ങനെ പരസ്യമായി ഒരു ധാരണ ഉണ്ടാക്കി. നവംബർ 30 ഇന്നലെയാണ്. അപ്പൊ ഇന്നലെ ആ കാലാവധി തീർന്നു. സ്റ്റേഡിയം ഇപ്പൊ അദ്ദേഹം പറയുന്നത് എനിക്കിപ്പോ ഇത്രയൊക്കെ പറ്റുള്ളൂ, പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്, പറ്റുന്നതാണ് ആ പണി ചെയ്തു വെച്ചത്. പറ്റുന്ന പണി ഈ റിപ്പോർട്ടർ മുതലാളിക്ക് എന്താണോ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്, മനുഷ്യര് സാമാന്യം നന്നായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റേഡിയത്തെ എങ്ങനെയാണ് നശിപ്പിക്കാമെന്ന് അദ്ദേഹം കാണിച്ചു. അത് നശിപ്പിച്ചിട്ട് കുളമാക്കി കൈ കൊടുത്തു. ഞാൻ തിരിച്ചു തന്നു. ഞാൻ നവംബർ 30 വാക്ക് പാലിച്ചല്ലോ. അദ്ദേഹത്തിന് ഒന്നും പാലിക്കാനില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ലക്ഷ്യം വേണ്ടേ? കളി മുന്നിൽ കണ്ടുകൊണ്ടാണ്. അപ്പൊ ഇനി മാർച്ചിലെങ്ങാണ്ട് 2026 മാർച്ചിലെങ്ങാണ്ട് വന്നാലുണ്ട് എന്ന് പറയുന്നു. അത് വരുമെന്ന് എന്താ ഉറപ്പ്? അതും ആരാ പറയുന്നത്? ഈ മുതലാളിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആർക്കാ വിശ്വസിക്കാൻ പറ്റുക? അപ്പോൾ മാധ്യമങ്ങൾ നുണ പറഞ്ഞിട്ട് വാർത്തകളിൽ നുണ പറഞ്ഞിട്ട് മനുഷ്യനെ പറ്റിക്കുന്നത് മാത്രമല്ല, നേർക്ക് നേരെ നഗ്നമായിട്ട് കൊച്ചിയുടെ അഭിമാനമായ, ഇന്ത്യയിലെ കായിക പ്രേമികളുടെ അഭിമാനമായ ഈ സ്റ്റേഡിയത്തിന്റെ പേരിലാണ് പറ്റിച്ചത്. ഇപ്പൊ പറയുന്നത് ഇപ്പൊ അടുത്ത നീക്കം എന്താണെന്നറിയോ? അടുത്ത തട്ടിപ്പ് തുടങ്ങുകയാണ്. 70 കോടി ഞാൻ ചെലവഴിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 70 കോടി അവിടെ മൊത്തത്തിൽ കുഴിച്ചാൽ കാണൂല. 70 കോടി എന്നിട്ട് അദ്ദേഹം ചെലവഴിച്ചു എന്ന് പറയുന്നുണ്ട്. നവംബർ 30 ഞാൻ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതാണ്, ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനിയിപ്പോ മാർച്ചിൽ അർജന്റീന ടീം വരുന്നതിന് മുമ്പ് ഇത് സ്റ്റേഡിയമാക്കി തീർക്കണ്ടേ? ഇപ്പൊ സ്റ്റേഡിയത്തെ കുളമാക്കിയിട്ടുണ്ട്. ഇനി കുളത്തെ വീണ്ടും സ്റ്റേഡിയമാക്കി തീർക്കണം. അതാര് ചെയ്യും? അതാണ് തട്ടിപ്പ്. എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിന്റെ തന്നെ കാല് പിടിച്ച് അയ്യോ പാവേ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണേ എന്ന് പറഞ്ഞ് GCDA പിന്നാലെ നടക്കുകയാണ്. ഇന്ന് വരുന്ന വാർത്തകൾ കാണുന്നത് ഇന്നലത്തെ ദിവസത്തോടുകൂടി റിപ്പോർട്ടർ മുതലാളി ഏറ്റത് തീർന്നല്ലോ, കാലാവധി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഇനി എങ്ങാനും മാർച്ചിൽ കളി എങ്ങാനും നടന്നു കിട്ടുമെങ്കിൽ മാർച്ചിന് മുമ്പ് ഇത് എങ്ങനെയെങ്കിലും പൂർത്തിയാക്കാൻ ഇനി റിപ്പോർട്ടർ മുതലാളിയുടെ പിന്നിലും GCDA നടക്കും. അപ്പം റോഡ് മൊത്തം കുളമാക്കി എടുക്കുന്നു, അങ്ങോട്ടുള്ള പാത. അതെ, അതിൽ ആ ഭാഗത്തൂടെ അതെ നമുക്ക് പോകുമ്പോൾ അറിയാലോ, നടന്നു നോക്കിയാൽ അറിയാലോ. അപ്പൊ ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്ന അടുത്ത തട്ടിപ്പാണ്. അടുത്ത മാർച്ചിന് മുമ്പ് ഇത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ, അല്ലെങ്കിൽ കലൂർ സ്റ്റേഡിയത്തിൽ ഗംഭീരമായ ഗേറ്റ് വെച്ച് VIP ഗാലറി പ്രത്യേകം പണിത് അതിമനോഹരമായ ലോകോത്തര നിലവാരത്തിലേക്ക് ഇതിനെ മാറ്റാന്നാ പറയുന്നത്. അതിനുവേണ്ടിയാണ് ഇത്ര 70 കോടി ചെലവാക്കിയത്. 70 കോടി ചെലവാക്കിയതിന്റെ പരിവമാണ് നമ്മൾ കാണുന്നത്. ഇനി എത്ര കോടി ചെലവിട്ടാൽ അത് വീണ്ടും സ്റ്റേഡിയമാക്കാൻ പറ്റും? ഇതാണ് ആലോചിക്കുന്നത്. അപ്പൊ എന്തായാലും വീണ്ടും അത് പൂർത്തിയാക്കാൻ ഇദ്ദേഹത്തെ തന്നെ ഏൽപ്പിക്കും എന്നാണ് ഇന്നത്തെ വാർത്തകൾ കാണുന്നത്. അതുകൊണ്ട് കലൂർ മുതലാളി മീൻസ് ഈ പറഞ്ഞ റിപ്പോർട്ടർ മുതലാളി മലയാളികളെ പറ്റിച്ചുകൊണ്ടേയിരിക്കും. അതിനെ പറ്റിക്കാനായിട്ട് നിന്നു കൊടുക്കുന്ന ഒരു GCDA, അതിന് ഒത്താശ പാടുന്ന ഒരു കേരള സർക്കാർ, കായിക മന്ത്രി ഒക്കെ ഉള്ള കാലത്തോളം ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നമുക്ക് സഹിക്കുക തന്നെ, കണ്ടു നിൽക്കുക തന്നെ, നല്ല കാണികളായിട്ട്. ഈ അഴിമതിക്കാരും അധാർമിക വൃത്തിയുടെ വക്താക്കളുമായ മാധ്യമ രാജാക്കന്മാർ, കാട്ടുകൊള്ളക്കാർ വന്നിട്ട് കേരളത്തിന്റെ കായിക പ്രേമികളുടെ തലയിലിരുന്ന് വിസർജിക്കുമ്പോൾ നമുക്ക് ആ കളി കണ്ടു നിൽക്കാനാണ് യോഗം. തൽക്കാലം കളി തുടരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.